നിങ്ങളുടെ വണ്ടിക്ക് ഒരു ഫൈൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനുള്ള വണ്ടികൾ ഇനി മുതൽ MVDO പോലീസോ കൈകാണിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നത്തെ ഫൈൻ അതിൻ്റെ കൂടെ അടയ്ക്കേണ്ടി വരും. അന്നേരം കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫൈൻ വീണ്ടും വരികയാണ്, MVD നിങ്ങളെ കൈകാണിച്ച് പിടിച്ച് ഒരു ഫൈൻ അടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. വണ്ടി പിടിച്ചെടുത്താൽ കൊണ്ടിടുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അവരുടെ MVDയുടെ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ അല്ല, പകരം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പേഴ്സന്റെ പ്രോപ്പർട്ടിയിലായിരിക്കും. അങ്ങനെ പ്രൈവറ്റ് പേഴ്സന്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ വണ്ടി കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം, എത്ര ദിവസം നിങ്ങളുടെ വണ്ടി എടുക്കാനായിട്ട് സമയം എടുക്കുന്നുണ്ടോ അത്രയും ദിവസത്തെ വാടകയും നിങ്ങൾ കൂടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും ക്യാമറ ത്രൂവോ MVD ത്രൂവോ പോലീസ് ത്രൂവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ അടച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാണ് ഗൈസ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പരിവാഹൻ ആപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ പരിവാഹന്റെ സൈറ്റിലോ കയറി ചെല്ലാൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രീവിയസ് ഫൈൻ ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്തോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. ഇൻഷുറൻസ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരുമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അതിപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.